ഒരു സെൽഫി എടുക്കട്ടെ. ഓ ഏടങ്ങോട്ട് നീ ആവശ്യത്തിൽ കൂടുതൽ സെൽഫി എടുക്കുന്നുണ്ട്. ഇതൊക്കെ എടുത്ത് എന്തിനു ചെയ്യണത്? പോസ്റ്റ് ചെയ്യാൻ. എവിടെ? ചേട്ടൻ അറിയാവോ, കഴിഞ്ഞ പ്രാവശ്യേ ഞാൻ അമ്പലത്തിൽ പോയില്ലായിരുന്നു, ഒരു മഞ്ഞ സാരി ഉടുത്തിട്ട്. അപ്പൊ 419 കമന്റ്സ് കാണിച്ചു തരാവേ. ഒരുത്തൻ കമന്റ്സ് ഇട്ടേക്കാണേ, ചേച്ചി മഞ്ഞ സാരി ഉടുത്തപ്പോൾ മഞ്ഞ കിളി പോലെ ഉണ്ടെന്ന്. സത്യം. എന്തൊരു കിളി? മഞ്ഞക്കിളി. പിന്നെ വേറൊരുത്തൻ കമന്റ് ചെയ്തേക്കണേ, കരുനാഗപ്പള്ളിന്ന്, ചേച്ചി ഭയങ്കര സെക്സി ലുക്ക് എന്നിട്ടാന്ന്. സെക്സി ലുക്ക് എന്ന് വെച്ചാ ഭയങ്കര റൊമാൻസ് ആണെന്ന്. കഴിഞ്ഞ ആഴ്ച നീ മഞ്ഞ സാരി എടുത്തോണ്ട് എവിടെയാണ് പോയത്? അമ്പലത്തിൽ പോണ എന്തിനാണ്? തൊഴാനാണല്ലോ. എന്നിട്ട് ആ മുറുകാൻ കട കിടക്കുന്ന ചന്ദ്രയണ്ണ നീ കപാലം അടിച്ചു പൊട്ടിച്ചു. ഞാൻ അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് തൊഴുത് മടങ്ങായിരുന്നു. അപ്പൊ അങ്ങേരുണ്ട് ബൈക്ക് കൂടെ എന്റെ പിന്നാലെ വരുന്നു. എന്നിട്ട് എന്നോട് പറയണേ, ചേച്ചി കിടുക്ക ലുക്ക് തന്നെയെന്ന്. അപ്പൊ ഞാൻ റോട്ടലക്കങ്ങട് കൊടുത്തു. അവനുല്ല അമ്മയും പെങ്ങളും ഈ കിടുക്കം ലുക്കിൽ എന്തോ ഒരു ദ്വയാർത്ഥം ഇല്ലേ, അത് അശ്ലീലം അല്ലേ? അപ്പൊ ഞാൻ കൊടുത്തു. ഇതൊന്നും വായിച്ചാണ് സെക്സി ലുക്ക്. അത് കുഴപ്പമില്ലല്ലേ? ഇത് കമന്റ്സ്, അത് ഞരമ്പ്. കമന്റ്സ് എന്ന് പറയുമ്പോഴേ നമ്മുടെ സ്റ്റാറ്റസ് കൂടും. അതാണ് ഇപ്പോഴുള്ള പെണ്ണുങ്ങളെ സ്ഥിര സ്വഭാവം. ഇതാണ്, ഏത് രീതിയിലുള്ള ഫോട്ടോ എടുത്ത് അങ്ങ് ഇട്ടുകൊടുക്കും. എന്നിട്ട് അതിൽ വരുന്ന കമന്റ്സിനൊക്കെ എന്നിട്ട് അത് കൊടുത്തോണ്ട് റോട്ടിലോട്ട് ഇറങ്ങുമ്പോ നല്ല മനസ്സുകൊണ്ട് ഒരു അച്ഛന്റെ പ്രായമുള്ള ഒരു മനുഷ്യൻ മക്കളെ നന്നായിരിക്കണം എന്ന് പറഞ്ഞാൽ അവ അലവലാതി. കഷ്ടം. പാതിരാത്രി ആകുമ്പോഴത്തേക്ക് കേറി വരും ഒരു കുപ്പി കള്ളും 2 പാക്കറ്റ് സിഗരറ്റുമായിട്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങൾ ഒരു പ്രാവശ്യം കള്ളു കുടിക്കുമ്പോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് 4 മിനിറ്റാ പോണത്. ഒരു പ്രാവശ്യം സിഗരറ്റ് വലിക്കുമ്പോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് 2 മിനിറ്റാ പോണത്. മനസ്സിലാക്കിക്കോ. അത്രയല്ലേ ഉള്ളൂ. നീ എന്നെ പണിക്ക് തള്ളി വിടുമ്പോ എന്റെ 8 മണിക്കൂറാണ് പോകുന്നത്. എന്റെ 8 മണിക്കൂർ എന്റെ ആരോഗ്യവും എന്റെ ഓജസ്സും തേജസ്സും എല്ലാം നഷ്ടപ്പെടുകയാണ് അവിടെ. ഇതിനെ കുറിച്ച് ആർക്കും ഒരു ചിന്തയില്ല, ആർക്കും ഒരു വേവലാതിയില്ല. എന്റെ തലേട്ടെഴുത്തു നിങ്ങളൊരു കുഴി മടിയനായി പോയി. കുഴിമന്തി ഉണ്ടോ ഇന്ന്? നിങ്ങളുടെ ഒരേ ഒരു കൂട്ടുകാരൻ, നിങ്ങളുടെ അതേ സ്വഭാവം, വേലയ്ക്കും പോത്തില്ല കുളിക്കും പോത്തില്ല. അല്ലെ ആ വണ്ടിക്ക് ഒരു മിസ്സിംഗ് ഒന്ന് നോക്കടാ. എടാ ഞാൻ ആകെപ്പാടെ ക്ഷീണിച്ചിരിക്കുക. എടാ ഒന്ന് നോക്കടാ, എനിക്കൊരു വീഡിയോ എടുക്കാൻ. ഇങ്ങനെ അടുത്ത് 3 കാര്യങ്ങളെ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഇങ്ങനെ എന്നെ കല്യാണം കഴിച്ചോണ്ട് പോകുമ്പോ താലി കെട്ടുന്നത് ഇങ്ങേരല്ല ഞാനാവണോന്ന് പറഞ്ഞു. സമ്മതിച്ചില്ല. ഇങ്ങേര് കെട്ടി താലി. നാട്ടുകാർ കണ്ടോണ്ടിരുന്നോണ്ട് ഞാൻ എന്തോ ചെയ്തു? മിണ്ടിയില്ല. രണ്ടാമത് ഞാൻ പറഞ്ഞു, എന്നെ വീട്ടിൽ കൊണ്ടുവരുമ്പം നിലവിളക്കം കൊണ്ട് ഞാൻ കയറി വരത്തില്ല, നിങ്ങൾ കൊണ്ട് കയറണമെന്ന് പറഞ്ഞു. അവിടെ ഇങ്ങനെ കയറ്റിയില്ല. അവസാനം ഞാൻ പറഞ്ഞു, മണിയറയിൽ പാലും കൊണ്ട് ഞാൻ വരത്തില്ല, നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. അവിടെയും പാല് ഞാൻ കൊണ്ട് കൊടുക്കേണ്ടി വന്ന്. അവസാനം ഇങ്ങനെ എടുത്ത് ഞാൻ പറഞ്ഞു, എന്റെ ദേഹത്താദ്യം നിങ്ങൾ തുടരുത്, നിങ്ങളെ ദേഹത്താദ്യം ഞാൻ തൊടുമെന്ന് പറഞ്ഞു. എന്നിട്ട് നീ തന്നെയല്ലേ ആദ്യം എന്റെ ദേഹത്ത് തൊട്ടത്. അവിടെയെങ്കിലും ഞാനൊന്ന് ജയിക്കണ്ടേ? എന്നിട്ട് പിന്നെ ഒന്നും ഓർമ്മയില്ലായിരുന്നു. പൊടി എവിടുന്ന്? അതുകൊണ്ട് ഇറങ്ങിപ്പോ. പക്ഷെ നീ അവസാനം പറഞ്ഞൊരു കാര്യം, അത് ഒരു പുരുഷനും പറ്റാത്തൊരു കാര്യമാണ് പറഞ്ഞത്. എന്തോന്ന്? ഒറ്റ നീ കേൾക്കണം. ഇവള് പറയുവാണ് ഞാൻ പ്രസവിക്കണമെന്ന്. ഒരാണിന് പ്രസവിക്കാൻ പറ്റുമോ? ഒരാണെങ്ങനെ പ്രസവിക്കുന്നത്? 1 2 3 4 5 6 7 8. എന്തുവാ ഇത്? ഒളിച്ചു കളി. 40-40 വയസ്സായി, കല്യാണം കഴിഞ്ഞപ്പോ മുതൽ തുടങ്ങിയതാ നിങ്ങളുടെ ഒരു ഒളിച്ചു കളി. ഇപ്പൊ അതാണോ കുഴപ്പം? അല്ല 10-40 വയസ്സായതാണോ കുഴപ്പം? ഇവിടെ പിള്ളേരെ കൊണ്ടുള്ള ശല്യം എങ്ങനെ സഹിക്കാൻ? നിങ്ങളെ കൊണ്ടുള്ള ശല്യം എങ്ങനെ സഹിക്കും? ഇപ്പൊ ഞാൻ ശല്യമല്ലേ? ഞാൻ ശല്യമല്ലേ? എനിക്കറിയാം ഞാൻ കാണാൻ കൊള്ളാത്തവൻ. പിന്നെ നിനക്ക് ഇത്തിരി സൗന്ദര്യം ഉണ്ടായിപ്പോയി, അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഞാൻ വലിയ ശല്യം. ഒരു മോനൊക്കെ ആയി കഴിഞ്ഞപ്പോ ഞാൻ ശല്യം നിനക്ക്. അത് കൊള്ളാം. ഇങ്ങനെയല്ല ചേട്ടാ. ചേട്ടൻ എന്തായി പറയണേ? എന്റെ വീട്ടുകാരെ കളഞ്ഞിട്ട് ചേട്ടൻ വിളിച്ചു പോടണേ ഞാൻ കൂടെ ഇറങ്ങി വന്നില്ലേ? അതാ എനിക്ക് പേടി. ഓ ഞാനേ ഡാൻസ് കളിച്ചോണ്ടിരുന്നപ്പോ ചേട്ടൻ അവിടെ തബല വായിച്ചോണ്ടിരുന്നു. അപ്പൊ ചേട്ടൻ കൈകൊട്ടി വിളിച്ചപ്പോ ഞാൻ ഉടനെ ഇറങ്ങി വന്നില്ലേ? എന്നോട് ഇങ്ങനെ പറയാൻ കൊള്ളാവോ? ആര് വിളിച്ചെന്നാണ് നീ പറയുന്നത്? ഞാൻ കൈയടിച്ച് വിളിച്ചെന്നാ? ഞാൻ കൈയടിച്ച് വിളിച്ചതല്ല, തബല അടിച്ചോണ്ടിരുന്നപ്പോ പൗഡർ കൊട്ടിക്കളഞ്ഞതാണ്. മനസ്സിലായില്ലേ? അല്ലാതെ നിന്നെ വിളിച്ചതല്ല ഞാൻ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങി വന്നപ്പോ അങ്ങ് തിരിച്ച് പറഞ്ഞു വിടാത്ത എന്റെ? അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റുമോ? അത്രക്ക് ഇഷ്ടമായില്ല എനിക്ക്. പിന്നെ വേറെ കാര്യമൊന്നുമില്ല. പിന്നെ നീ പറഞ്ഞിട്ട് നമുക്കൊരു അവിടെ ഒരു ഡാൻസ് സ്കൂളിന്റെ കേസിട്ട് പറഞ്ഞില്ലേ, അത് വേണ്ട, അത് നമുക്ക് ശരിയാത്തില്ല. നീ വീട്ടിൽ പഠിപ്പിച്ചോ? വീട്ടിൽ പഠിപ്പിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. എനിക്ക് 24 മണിക്കൂർ നിന്നെ കണ്ടോണ്ടിരിക്കണം, അതിനുവേണ്ടിയാണ്. എന്നെ കണ്ടോണ്ടിരുന്നാ മതിയല്ലോ, ഒരു പണിക്കും പോവാതെ. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് തന്നോണ്ടിരിക്കാം. വീടിന് വാടക കൊടുക്കണം നാളെ. എനിക്ക് അത്രക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേടി. എനിക്കും എന്റെ മനസ്സിലും ചേട്ടൻ മാത്രമേ ഉള്ളൂ. ഈ ഒരു കൊഞ്ചലാണ് ഒരുത്തിന് ഇവിടെ കിടന്ന് ഓടി നടക്കുന്നത്. നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ടെന്നാ പറഞ്ഞ? ഞങ്ങൾക്ക് 3 പിള്ളേര്. 3 പിള്ളേര്? 3 പെൺപിള്ളേരാണ്? 3 പെൺപിള്ളേരാ. പിള്ളേര് വന്നിട്ടുണ്ടോ?
പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു, എനിക്ക് എന്താന്ന് പറഞ്ഞാലും ഈ കുട്ടികളെ ഞാൻ വിട്ടുകൊടുക്കില്ല. അല്ല പിള്ളേരെ വിളിക്ക്. കുട്ടികളെ ഞാൻ വിട്ടുകൊടുക്കില്ല. നമുക്കറിയാം. ആൺകുട്ടി ആഗ്രഹമായിരുന്നു, പക്ഷെ പെൺകുട്ടി 3 പേരും ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുക്കും. അത് കുട്ടികളെ ഞാൻ ഒരു തീരുമാനം എത്താം. അപ്പോ അച്ഛന്റെ കൂടെ 2 കുട്ടികൾ പോട്ടെ, അമ്മയുടെ കൂടെ 1 കുട്ടിയും പോട്ടെ. അത് പറ്റത്തില്ല. എന്താണ്? അങ്ങനെ ഞാൻ സമ്മതിക്കത്തില്ല. കാര്യം ഞാൻ നൊന്ത് പ്രസവിച്ച പിള്ളേരത് 3 പിള്ളേരെ എന്റെ കൂടെ തന്നെ ഉണ്ടാവുള്ളൂ. അത് പറ്റില്ല. ഒരേപോലെ എനിക്ക് 2 ഞാൻ സുപ്രീം കോടതി വരെ പോകും. എനിക്ക് അല്ല വേറെ തീരുമാനം പറയാം. എന്താ 1 വർഷം നിങ്ങൾ സന്തോഷമായിട്ട് ഒന്നുകൂടെ ജീവിക്കും. എന്ത്? അപ്പൊ 1 കുട്ടിയോട് ഉണ്ടാവില്ല. അപ്പൊ 2 വെച്ചെടുക്കാമല്ലോ. അതൊരു ഐഡിയ അല്ലേ? ഐഡിയ പറഞ്ഞോണ്ട് വന്നേക്കുന്നു.